സതീദേവിയുടെ ജീവത്യാഗത്തിൽ മനം നൊന്ത് ശിവഭഗവാൻ സകലത്തിൽ നിന്നും ഉൾവലിഞ്ഞ ധ്യാനത്തിലായിരുന്നു. ഈ സമയം സതി പാർവതിയായി പുനർജനിക്കുകയും തന്റെ പ്രണയ സാക്ഷാത്കാരത്തിനായി തീവ്രമായ തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. എന്നാൽ ശിവന്റെ ധ്യാനത്തിന് ഭംഗം വരുത്താൻ പാർവതീദേവിക്ക് കഴിഞ്ഞില്ല. ശക്തനായ താരകാസുരന്റെ അന്ത്യത്തിനു വേണ്ടി ഒരു ശിവപുത്രനായുള്ള കാത്തിരിപ്പിലായിരുന്ന ദേവന്മാർ ശിവപാർവതി സംഗമത്തിനായി ആഗ്രഹിച്ചു. അതിനായി പ്രണയത്തിന്റെ ദേവനായ കാമദേവനെ ശിവന്റെ മനസ്സിൽ സ്നേഹമുണർത്താൻ ദേവന്മാർ നിയോഗിച്ചു. ധ്യാനനിരതനായ ശിവഭഗവാനു നേരെ കാമദേവൻ തന്റെ ബാണമയച്ചു. അസ്വസ്ഥനായ ശിവഭഗവാൻ കോപത്തോടെ തന്റെ തൃക്കണ്ണു തുറക്കുകയും പുറത്തേക്ക് വന്ന തീജ്വാലകൾ കാമദേവനെ തൽക്ഷണം ഭസ്മമാക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിലും പാർവതിയുടെ ഭക്തി ശിവനെ സ്വാധീനിക്കുകയും പിന്നീട് ഭഗവാൻ ദേവിയെ തന്റെ പത്നിയായി സ്വീകരിക്കുകയും ഇത് സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനത്തിലേക്ക് നയിക്കുകയും ചെയ്തു. പിന്നീട് കാമദേവനെ ശിവഭഗവാൻ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു.